ഹായ് ഹലോ കുട്ടീസ്, ഞാൻ നിങ്ങളുടെ സ്വന്തം ഡ്രാമ റേഡിയോ. നോർമലി സ്റ്റുഡിയോയിൽ സെക്കൻഡ് ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ ഗോസ്റ്റുകളെ കാണാനുള്ള കഴിവ് ഫോട്ടോ എടുക്കുന്ന ഹ്യൂമൻസിലെല്ലാം നഷ്ടപ്പെടും. എന്നാൽ ഇന്നലെ മുത്തശ്ശിയുടെ ഒപ്പം എടുത്ത ഹീറോയിന് മാത്രം അന്നൊരു രാത്രി കഴിഞ്ഞിട്ടും ആ ഒരു കഴിവ് പോകുന്നില്ല. ഹീറോയുടെ അടുത്ത് ചോദിച്ചപ്പോ ഹീറോയ്ക്കും നമ്മനും ഗൂനും ഒന്നും എന്താ സംഭവിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല. അവരുടേതായിട്ടുള്ള രീതിയിൽ എന്തൊക്കെയോ ചെയ്തു നോക്കുന്നുണ്ട്, എന്നാൽ ഒന്നും വർക്കൗട്ട് ആവുന്നില്ല. പക്ഷെ ഹീറോയിൻ ഇങ്ങനൊരു കഴിവ് കിട്ടിയതിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ഗു ആണ്. ഗുവിന്റെ ഫസ്റ്റ് ലവും ക്രഷും ആയിട്ടുള്ള ഹീറോയിൻ ഇപ്പൊ ഗോസ്റ്റുകളെ കാണാം, അതായത് അവരെ കാണാലോ. ഗു എന്നിട്ട് ഹാനിനോട് ചോദിക്കുന്നുണ്ട്, നമ്മൾ രണ്ടും സിനിമയ്ക്ക് പോകാൻ വേണ്ടി പ്ലാൻ ചെയ്തൊക്കെ ഓർമ്മയുണ്ടോന്ന്. എന്നാൽ ഹാനിന് അങ്ങനെ ഒരു ഇൻസിഡന്റേ ഓർമ്മയില്ല. ഗു ആരാന്ന് പോലും ഹാനിന് അറിയത്തില്ല. ശരിക്കും ഒന്ന് തിങ്ക് ചെയ്തേന്ന് പറഞ്ഞ് ഹാനിനെ തൊടാനായിട്ട് വരുന്ന ഗ്യാപ്പില് അടുത്ത് നിൽക്കുന്ന ഹീറോ തടയാനായിട്ട് നോക്കുന്നുണ്ട്. ഹീറോയും ഹാനും ക്ലോസ് ആയി വന്നതും അവിടെ ഒരു സേഫ് സോൺ ഫോം ചെയ്തു. ഗു തൊടാൻ വന്നതുകൊണ്ട് തന്നെ ആ ഒരു സേഫ് സോണിൽ തൊട്ട് നേരെ തെറിച്ചും വീണു. ഇത് കാണുന്ന ഹാനിന് ഇപ്പോഴാണ് കാര്യങ്ങളൊക്കെ മനസ്സിലായത്, ഹീറോ എന്താണ് സേഫ് സോൺ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടന്നത് എന്ന്. ഇതൊക്കെ കാണുന്ന ഹാനിന് ശരിക്കും എക്സൈറ്റ്മെന്റ് ആയിട്ടാ തോന്നുന്നത്. കാരണം ഗോസ്റ്റിന് അവളെ തൊടാൻ സാധിക്കുന്നില്ലല്ലോ. ഹാൻ കരുതിയിരിക്കുന്നത് സൂപ്പർ പവർ ആയിട്ടുള്ള ഒരു ബോഡിയാണ് അവൾക്കുള്ളത്, അതുകൊണ്ട് ഗോസ്റ്റുകളൊന്നും അവളുടെ അടുത്തേക്ക് വരില്ല എന്നൊക്കെയാ. ആ ഒരു വിശ്വാസത്തില് അന്ന് ജോബിന് പോകാനായിട്ട് ഇറങ്ങുമ്പോ ഹീറോ അവളെ പിടിച്ചു നിർത്തി കുറെ കത്തിയും മന്ത്രത്തകിടും ഭസ്മവും ഒക്കെ കൊടുത്ത് ജാഗ്രതയായിട്ടിരിക്കാൻ പറയുന്നുണ്ട്. എന്നാൽ ഹാനിന് ഇപ്പോഴും ഇതിന്റെ ഒരു സീരിയസ്നെസ് മനസ്സിലായിട്ടില്ല. ഹാനിന്റെ ഫോണില് ഹീറോയുടെ നമ്പറൊക്കെ സേവ് ചെയ്ത് എന്തേലും ഉണ്ടെങ്കിൽ എന്നെ വിളിക്കണം, എമർജൻസി കോണ്ടാക്റ്റിൽ ആക്കിയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് അവളുടെ അടുത്ത് ശ്രദ്ധിക്കാൻ പറയുന്നുണ്ട്. എന്നാൽ ഹാൻ ഇപ്പോഴും ഈ ഗോസ്റ്റ് എന്നൊന്നും പറഞ്ഞ ഒന്നുമില്ലെന്നേ, ഞാൻ കുറച്ച് സ്പെഷ്യൽ ആണെന്ന് അറിയാവല്ലോ എന്നുള്ള രീതിയിൽ കുറച്ച് ജാട ഇറക്കുന്നുണ്ട്. ഹീറോയും ഇതൊക്കെ പോകെ പോകെ റെഡി ആയിക്കോളും എന്നുള്ള മട്ടില്ല. ഗോസ്റ്റിനെ കാണാനുള്ള കഴിവ് കിട്ടിയത് സത്യത്തിൽ പണിയായത് മൊത്തം ഹീറോയ്ക്കാ. ഓരോ ഗോസ്റ്റുകളുടെ കാര്യം പറഞ്ഞ് തുരുതുര വിളിക്കാൻ തുടങ്ങി. മര്യാദയ്ക്കൊന്ന് ഉറങ്ങാൻ കൂടി സമ്മതിക്കുന്നില്ല. കാണുന്ന ഗോസ്റ്റുകളോടെല്ലാം ഹാനിന് വല്ലാത്ത സഹതാപം തോന്നി തുടങ്ങി. എത്രയും പെട്ടെന്ന് ശരിയാക്കിയില്ലെങ്കിൽ ഹാൻ നല്ല രീതിയിൽ പണി മേടിക്കുമെന്ന് ഹീറോയ്ക്കും മനസ്സിലായി. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ലൈബ്രറിയിൽ നിന്ന് പോയി ഒരുപാട് ബുക്സ് ഒക്കെ കളക്ട് ചെയ്ത് ഗൂവിനെയും ഡമ്മിനെയും കൊണ്ടൊക്കെ അത് മൊത്തം റെഫർ ചെയ്ത് എന്തേലും ഒരു മാർഗം ഉണ്ടോ മാറ്റാൻ എന്നുള്ളത് നോക്കുക. എന്നാൽ ഗു ഓൾറെഡി അപ്സെറ്റ് ആയിരുന്നു. ഹാനിന് ഗുവിനെ മനസ്സിലായില്ലല്ലോ, അതോർത്തിട്ട് നല്ല രീതിയിൽ സങ്കടമുണ്ട്. അതുകൊണ്ട് തന്നെ വർക്കൊന്നും ചെയ്യാൻ അത്ര ഇൻട്രസ്റ്റ് ഇല്ല. ഹീറോയും വർക്ക് ചെയ്യാൻ പറഞ്ഞ് ബേളം വെക്കുമ്പോ എന്നെ കൊണ്ടൊന്നും പറ്റത്തില്ല എന്ന് പറഞ്ഞ് ഗൂൻ തിരിച്ച് വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കുക. ഇവരുടെ വഴക്കൊന്നും കേൾക്കാതിരിക്കാനായിട്ട് പതിയെ ഹെഡ്സെറ്റ് ഒക്കെ വെച്ച് പാട്ടൊക്കെ കേട്ടിരിക്കുക. ഹാൻ ഇവിടെ വഴിയെ പോകുന്ന ഗോസ്റ്റുകൾക്കൊക്കെ ടാറ്റയൊക്കെ കൊടുത്ത് അവരോടൊക്കെ ഫ്രണ്ട്ലി ആയിട്ട് സംസാരിക്കുന്നൊക്കെ ഉണ്ട്. ഇതെല്ലാം കാണുന്ന മറ്റുള്ളവർക്കെല്ലാം വളരെ വിയേർഡായിട്ട് തോന്നാൻ തുടങ്ങി. ഈ പെങ്കൊച്ചെന്നെ വെറുതെ ടാറ്റയൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുന്ന എന്നുള്ള രീതിയിൽ. അതെല്ലാം കഴിഞ്ഞ് അവിടുന്ന് പോകുന്ന ഹാനിനെ ഒരു ബ്ലാക്ക് ഈവിൾ സ്പിരിറ്റ് ഫോളോ ചെയ്യുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അവിടെ സീൻ കട്ടാക്കി. ഇതുവരെ ഗുവിന്റെ ഹീറോയുടെ ആർഗ്യുമെന്റ്സ് ഒന്നും കഴിഞ്ഞില്ല. എനിക്ക് തോന്നുന്നു ബോസ് എന്തായാലും മരിക്കുമല്ലോ, അത് കഴിയുമ്പോഴത്തേനും ഈ ഒരു സ്റ്റുഡിയോ നോക്കുന്നതെല്ലാം ഹാൻ ആയിരിക്കും. അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ അവർക്ക് ഈ പവർ പോവാത്തത്. ജീവിതകാലം മൊത്തം ഗോസ്റ്റുകളുടെ കൂടെ നടന്നിട്ടും ഇപ്പോഴും ബോസ് ഗോസ്റ്റുകളുടെ കൂടെ ഒന്നും മിങ്കിൾ ആയിട്ടില്ലല്ലോ. ഹാൻ ഇപ്പോഴേ ഫ്രണ്ട്ലി ആയി. അതെല്ലാം നിൽക്കട്ടെ, എന്റെ അടുത്തും നമ്മുടെ അടുത്തും ഇല്ലാത്ത പ്രത്യേക കെയറിംഗ് ആണല്ലോ ഹാനിന്റെ അടുത്ത്. ഹാനിന് പ്രൊട്ടക്ടിങ് കിറ്റ് ഒക്കെ കൊടുത്ത കാര്യം ഞാൻ അറിഞ്ഞു. മന്ത്രത്തകിടൊക്കെ കൊടുത്ത് എത്ര കെയറോടെയാ വിട്ടതെന്നൊക്കെ ഞാൻ കണ്ടായിരുന്നു എന്നൊക്കെ പറയാ. ഉടനെ ഹീറോയും കെയറിംഗ് ഒന്നും ആണെന്നുള്ളത് സമ്മതിക്കാതെ അതെല്ലാം എന്റെ റെസ്പോൺസിബിലിറ്റി അല്ലേ, എന്തേലും പറ്റിപ്പോയി കഴിഞ്ഞാൽ ഞാനല്ലേ അതിന് ഉത്തരവാദി. പിന്നെ ഹാനിന് സേഫ് സോൺ ഉള്ളത് കൊണ്ട് അധികം ഒന്നും പേടിക്കേണ്ടി വരത്തില്ല എന്ന് പറഞ്ഞ് ഹീറോയുടെ ജോലിക്ക് പോവാൻ നമ്മനെയും വിളിച്ചോണ്ട്. എന്നാൽ ഈ ബുക്കെല്ലാം കാണുന്ന ഗുവിനാണെങ്കിൽ നല്ല ദേഷ്യം വരുന്നുണ്ട്. ഓവർ ടൈം വർക്ക് ചെയ്ത് മരണപ്പെട്ട എന്നെയും കൊണ്ട് മരണശേഷം ഓവർ ടൈം പണി ചെയ്യിക്കുക, ഇതിനൊരു അവസാനം ഇല്ലെന്ന് പറഞ്ഞ് 3 വർഷം മുമ്പ് ഗു എങ്ങനെയായിരുന്നു എന്ന് കാണിക്കുക. ഒരു വലിയ കമ്പനിയിൽ അസിസ്റ്റന്റ് ഡെപ്യൂട്ടി ആയിട്ട് വർക്ക് ചെയ്യാണ് ഗു. എല്ലാവർക്കും നല്ല എഫിഷ്യന്റ് ആയിട്ട് ചെയ്ത് ഒരു കാര്യവും പെൻഡിങ്ങിൽ വെക്കാത്ത നല്ലൊരു എംപ്ലോയി, നല്ലൊരു ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള പേഴ്സൺ ആയിരുന്നു. പക്ഷെ അതെല്ലാരും കൂടെ മുതലെടുക്കാൻ തുടങ്ങി. മാനേജർ എല്ലാവർക്കും ഗുവിനെ കൊണ്ട് തന്നെയാണ് ചെയ്യിക്കുന്നത്. ഓവർ ടൈം വർക്ക് ചെയ്തിട്ടും മാനേജർ വിടുന്ന പോലില്ല. ഇന്നൊരു ഡേറ്റിന് വേണ്ടി ഒരുപാട് സന്തോഷിച്ച് ലൈഫില് ഗുവിന് പ്രിയപ്പെട്ടവളെ കാണാനായിട്ട് കാത്തിരിക്കുന്ന ദിവസമായിരുന്നു. അന്നും പോവാൻ സമ്മതിക്കാതെ മാനേജർ വിളിച്ചിട്ട് ഒരുപാട് വർക്ക് കൊടുത്തു. ആ ഒരു പ്രഷർ കാരണം ഹാർട്ട് അറ്റാക്ക് വന്നാണ് ഗു മരണപ്പെടുന്നത്. ലൈഫിൽ വർക്ക് എന്ന് പറഞ്ഞ് ഡേറ്റ് ചെയ്യാനോ സന്തോഷിക്കാനോ പ്രോപ്പറായിട്ട് ഫ്രീ ടൈം പോലും സ്പെൻഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അത്ര ചെറുപ്പത്തിൽ തന്നെ ഒരാഗ്രഹങ്ങളും തീർക്കാതെയാണ് ഗു മരണപ്പെട്ടത്. അതെല്ലാം ഓർക്കുമ്പോ ഇപ്പോഴും അവന് ശരിക്കും സങ്കടമുണ്ട്. എന്നാ ഇപ്പൊ അതിലൊക്കെ സങ്കടം ഹാനിന് ഗുവിനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയില്ലല്ലോ എന്ന് ഓർത്തിട്ടാ. അവിടെ സിങ്ക് അറ്റാക്കി ഹാനിന്റെ ഫ്രണ്ട് ആയിട്ടുള്ള കിമ്മിനെയാണ് കാണിക്കുന്നത്. അവളിപ്പോ ഒരു ഹോസ്പിറ്റലിലേക്ക് വന്നിരിക്കുക. അവിടെ ഇരുന്ന് ഫോൺ ചെക്ക് ചെയ്തപ്പോഴാണ് അവളുടെ അക്കൗണ്ടില് പൈസയൊന്നും കാണുന്നില്ല എന്ന് മനസ്സിലായത്. അവക്കൊന്നും മനസ്സിലാവുന്നില്ല. ആക്ച്വലി ഒരു ട്രിപ്പിനൊക്കെ പോയി നല്ല രീതിയിൽ മണി സ്പെൻഡ് ചെയ്തിരുന്നു.
പക്ഷെ ഇത്രയും തീരുമെന്ന് അവളും വിചാരിച്ചില്ല. കറക്റ്റ് ആ ഷോക്കിൽ നിൽക്കുമ്പോ ഡോക്ടറെ വിളിക്കുന്നുണ്ട്. കിമ്മു അകത്തേക്ക് കയറി ചെന്നു. ഡോക്ടർ അവളുടെ സ്കാനിംഗ് റിപ്പോർട്ട്സ് ഒക്കെ ചെക്ക് ചെയ്തോണ്ടിരിക്കുക. ഹൗ സ്ട്രേഞ്ച്, ഞാൻ ഇങ്ങനെയുള്ള ഒരു മിറാക്കിൾ കണ്ടിട്ടേ ഇല്ല. ഒരു 3 മാസം മാത്രം ജീവിച്ചിരിക്കുമെന്ന് കരുതിയിട്ട് ഇപ്പൊ നിങ്ങളുടെ ട്യൂമർ ഒക്കെ ഓൾമോസ്റ്റ് ക്യൂർ ആയി എന്ന് പറയാ. അത് കേൾക്കുന്ന കിമ്മിന് കൂടുതൽ ഷോക്കായി. എന്താ ഡോക്ടർ പറയുന്നെന്ന് പറഞ്ഞ് ഡോക്ടറിന്റെ ഷോൾഡറിൽ പിടിച്ചിട്ട്, അപ്പൊ നിങ്ങൾ പറഞ്ഞു വരുന്നത് ഞാൻ മരിക്കത്തില്ലെന്നും മര്യാദയ്ക്ക് എന്നെ കൊന്നോണം. ഞാൻ മരിക്കൂല്ലോ എന്നോർത്ത് ഉള്ള പൈസ എല്ലാം കൂടെ സ്പെൻഡും ചെയ്തു. ഇനിയിപ്പൊ ഞാൻ എങ്ങനെ ജീവിക്കും? ഉള്ള ജോലിയും കളഞ്ഞു. എനിക്കൊരു വഴി മര്യാദയ്ക്ക് പറഞ്ഞു തന്നോന്നൊക്കെ പറഞ്ഞ് ഡോക്ടറിന്റെ അടുത്ത് ചൂടാവാൻ തുടങ്ങി. ശരിക്കും ഈ ഒരു സീൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ നേരം മീര ജാസ്മിന്റെ റീസെന്റ് ആയിട്ട് ഇറങ്ങിയ ക്വീൻ എലിസബത്ത് സിനിമ പോലെയാ തോന്നിയത്. ആ ഒരു സിനിമ കണ്ടിട്ടില്ലെങ്കിൽ ഇപ്പൊ കാണണം കേട്ടോ, കോമഡിയാ. അതേ സിറ്റുവേഷൻ ആണ് ഇപ്പൊ കിമ്മിനും. ഉള്ള പൈസ എല്ലാം എടുത്ത് സ്പെൻഡ് ചെയ്യുകയും ചെയ്തു. ഇപ്പൊ പറയാ മരിക്കത്തുമില്ല, ഒരു കുഴപ്പമില്ലാന്ന്. ഇനി എന്താ ചെയ്യേണ്ടെന്ന് അറിയാതിരിക്കുക കിമ്മ്. അവിടെ സീൻ കട്ടാക്കി ഹാൻ ഒരു കേസിന്റെ കാര്യത്തിനായിട്ട് ഹോസ്പിറ്റലിലേക്ക് വന്നേക്കുക. ഒരു ലേഡി അവിടെ കിടപ്പുണ്ട്. എന്താ പറ്റിയെന്നൊക്കെ ഹാൻ ചോദിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു നേഴ്സ് വന്ന് അവിടുത്തെ ബെഡ്ഷീറ്റ് മാറ്റണമെന്ന് പറയാ. ഈ പേഷ്യന്റ് കിടക്കുമ്പോ എന്തിനു ബെഡ്ഷീറ്റ് മാറ്റുന്നെന്ന് പറഞ്ഞ് നോക്കുമ്പോഴാണ് ആ ലേഡി ഓൾറെഡി മരണപ്പെട്ട് ലേഡിയുടെ ഗോസ്റ്റ് ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അത് കണ്ട ഉടനെ ഹാനിന് പേടിയാവാൻ തുടങ്ങി. അവൾ ആ ഹോസ്പിറ്റലിൽ ചുറ്റും നോക്കിയപ്പോൾ ഒരുപാട് വിയേർഡ് ആയിട്ടുള്ള ഗോസ്റ്റുകളെ കണ്ടു തുടങ്ങി. ഇത്രയും നേരം ആ ഒരു പവർ അവളെ എൻജോയ് ചെയ്തിരുന്നെങ്കിൽ ഇപ്പൊ അവൾക്ക് മനസ്സിലായി എത്രമാത്രം റിസ്ക് പിടിച്ചൊരു പവറാണ് കിട്ടിയിരിക്കുന്നത് എന്ന്. അവിടുന്ന് എങ്ങനെയോ ഓടി രക്ഷപ്പെട്ട് ഒരു വഴിയിൽ എത്തിക്കഴിഞ്ഞാൽ തന്നെ കാണാൻ നല്ല ഭംഗിയുണ്ട്. ഫോൺ നമ്പർ തരുമെന്ന് ചോദിച്ച് ഒരു പയ്യൻ ഫോൺ നമ്പർ ചോദിക്കുക. ഹാനു ഉടനെ ജാടയൊക്കെ ഇട്ട് ഞാൻ അങ്ങനെ എല്ലാവർക്കും കൊടുക്കത്തില്ല, തന്നെ കാണാൻ കൊള്ളാന്ന് പറഞ്ഞ് നമ്പർ കൊടുക്കാനായിട്ട് പിടിക്കാൻ നേരവാ അതും ഒരു ഗോസ്റ്റ് ആണെന്ന് മനസ്സിലായത്. അപ്പൊ തന്നെ ഓടി. എങ്ങനെയൊക്കെയോ ഓടി കതച്ച് വീട്ടിലെത്തി. വീട്ടിലിരുന്നാലും നല്ല രീതിയിൽ പേടിച്ചായിരിക്കുന്നത്. ഡോറ് തുറന്ന് ആരെ വരുന്നതായിട്ട് തോന്നി. കയ്യിലിരിക്കുന്ന ആയുധമൊക്കെ തയ്യാറാക്കി വന്ന ഉടനെ കുത്താന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത്. കേറി വരുന്നത് പക്ഷെ കിമ്മായിരുന്നു. കിമ്മിനാണെങ്കിൽ ഹാൻ ഇങ്ങനെയൊക്കെ പെരുമാറുന്ന കണ്ടിട്ട് ശരിക്കും വിയേർഡായിട്ട് തോന്നുക. നീ എപ്പോ മുതലേ ഈ ഗോസ്റ്റിലൊക്കെ വിശ്വസിച്ചു തുടങ്ങിയത്? ശരിക്കും അന്ധവിശ്വാസി ആയെന്നൊക്കെ പറഞ്ഞ് കിമ്മ് കളിയാക്കുന്നുണ്ട്. കാര്യം പറഞ്ഞാൽ എന്തായാലും ആള് വിശ്വസിക്കത്തില്ല. കാരണം ഇതിനു മുമ്പേ ഹീറോ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോ ഹാൻ വിശ്വസിച്ചില്ലല്ലോ. അതുകൊണ്ട് ഒന്നും തന്നെ കിമ്മിന്റെ അടുത്ത് പറഞ്ഞതുമില്ല. അവിടെ സിംഗട്ടാക്കി ഹീറോ ഇവിടെ ആൾക്കാരുടെ അടുത്തുനിന്ന് തല്ലും മേടിച്ചോണ്ടിരിക്കുക. ഇത്തവണ ഹീറോനെ കാണാൻ വന്നിരിക്കുന്ന ലേഡിയുടെ ആത്മാവിന് ആ ലേഡിയുടെ ഭർത്താവിനെ മീറ്റ് ചെയ്യണം. പക്ഷെ ഭർത്താവ് ഓൾറെഡി അവരെ ചീറ്റ് ചെയ്തത് കൊണ്ട് മക്കളെല്ലാം നല്ല ദേഷ്യത്തില. അത് ചോദിക്കുന്ന ഹീറോനെ നല്ല രീതിയിൽ അവരെ ഉപദ്രവിക്കുന്നുണ്ട്. അങ്ങനെ ആ കോലാഹലങ്ങളൊക്കെ കഴിഞ്ഞ് നല്ല ടയർഡായിട്ടാ ഹീറോ വീട്ടിലേക്ക് വരുന്നത്. ഡോറ് തുറക്കാനായിട്ട് തുടങ്ങുന്ന സമയത്ത് ആരോ പെട്ടെന്ന് കൈക്ക് കയറി പിടിച്ചു. അത് വേറെ ആരുമായിരുന്നില്ല, ഹാനായിരുന്നു. എന്നാ ഹീറോ ശരിക്കും പേടിച്ചു പോയിട്ടോ. ഹീറോയുടെ മുടിയും ദേഹവും ഒക്കെ കണ്ടപ്പോ ഹാനിൽ നിന്ന് സംഭവിച്ച കാര്യങ്ങളൊക്കെ ഏകദേശം പിടികിട്ടി. പതിയെ ഹീറോയുടെ തലയിൽ തടവി കൊടുക്കാൻ തുടങ്ങി. ഹീറോ പെട്ടെന്ന് നീ എന്താ ചെയ്യുന്നതെന്ന് ചോദിക്കാം. ഇന്ന് നീ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തില്ലേ, അതിനുള്ള കോംപ്ലിമെന്റ് ആണെന്ന് പറഞ്ഞ അങ്ങനെ തടവി കൊടുത്തത്. പക്ഷെ ഹീറോയ്ക്ക് ഈ കാര്യങ്ങളൊക്കെ ഹീറോയുടെ കുട്ടിക്കാലത്ത് നടന്ന ഒരു കാര്യമാണ് ഓർമ്മിപ്പിച്ചത്. ഒരു പെൺകുട്ടിയുടെ ഗോസ്റ്റ്. അവള് മറ്റു ഗോസ്റ്റുകൾക്ക് ഭയന്നിരിക്കുന്ന സമയത്ത് ഹീറോയാണ് അവളെ വന്ന് രക്ഷിക്കുന്നത്. അവർക്ക് ചുറ്റും ഒരു വലയം ക്രിയേറ്റ് ചെയ്ത് ആ ഗോസ്റ്റുകളെല്ലാം ഓടിച്ചു വിട്ടു. ഞാൻ നിന്നെ പ്രൊട്ടക്ട് ചെയ്യാനും അന്ന് അവൻ വാക്ക് കൊടുത്തു. ആ ഒരു പെൺകുട്ടിയും ഇപ്പൊ ഹാൻ ചെയ്യുന്നത് പോലെ തന്നെ ഹീറോയുടെ തല തടവി കൊടുത്തിട്ട് നീ നല്ല ജോബാ ചെയ്തതെന്ന് പറയുമായിരുന്നു. ആ കാര്യമൊക്കെ ഓർത്ത് നിൽക്കുകയാണ് ഹീറോ. അവിടെ സിംഗട്ടാക്കി നെക്സ്റ്റ് ഡേ മോർണിംഗ് കിം ഒരു കമ്പനിയിൽ ഇന്റേൺ ആയിട്ട് കയറിയിട്ടുണ്ട്. അവിടെ എല്ലാവരോടും എനർജറ്റിക് ആയിട്ട് കിം സംസാരിക്കുന്നുണ്ടെങ്കിലും അതിന്റെ ഒന്നും ആവശ്യമില്ല, വർക്കിൽ കാണിച്ചാൽ മതി ആ എനർജി എന്ന് പറഞ്ഞു വന്ന അന്ന് തന്നെ കിമ്മിനെ അടിച്ചമർത്തി കളഞ്ഞു അതേ മാനേജർ. ഇതേ കമ്പനിയിലായിരുന്നു ഗു ജോലി ചെയ്തിരുന്നത്. ഇപ്പോഴും ഇടയ്ക്കിടയ്ക്ക് പോയി അവിടെ ഉള്ളവരെയൊക്കെ പേടിപ്പിക്കും. അവന്റെ സീറ്റിൽ ആര് വന്നാലും അവരെ ഓടിച്ചു വിടും. അവിടെ സിംഗട്ടാക്കി നമ്മ ഒരു പെൺകുട്ടിയോട് തുര സംസാരിച്ചോണ്ടിരിക്കുക. അവൾ അവളുടെ ജോലികളൊക്കെ ചെയ്യുന്നുണ്ട്. ഇത് നമ്മന്റെ വൈഫാണ്. നമ്മ എല്ലാ കാര്യങ്ങളും അവളോട് പറയുന്നുണ്ടെങ്കിലും അവൾക്കൊന്നും തന്നെ കേൾക്കത്തില്ല. എന്ന് ആവശ്യമുള്ള സമയത്ത് നമ്മ അവളെ ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ സ്ട്രേഞ്ച് ആയിട്ട് ഫീൽ ചെയ്യുന്നതുകൊണ്ട് തന്നെ നമ്മ അടുത്തെവിടെയോ ഉള്ളതായിട്ട് അവൾക്ക് ഫീൽ ചെയ്യാറുണ്ട്. നമ്മ അവളോട് പറയാ ഹാനിനെ പോലെ നിനക്കും എന്നെ കാണാൻ സാധിച്ചിരുന്നെങ്കിൽ എന്ന് ഞാൻ ശരിക്കും ആഗ്രഹിക്കുന്നുണ്ടെന്ന്. നമ്മ ഇതെല്ലാം സംസാരിച്ചോണ്ടിരിക്കുന്ന സമയത്ത് നമ്മിന്റെ ഓർമ്മയ്ക്കായിട്ട് വെച്ചിരിക്കുന്ന വോക്കി ടോക്കിയിൽ നിന്നും സൗണ്ട് ഒക്കെ വരാൻ തുടങ്ങി. അവള് ഡ്രോ തുറന്നെടുത്ത് നോക്കിയപ്പോ ഇപ്പൊ നടക്കുന്ന ഒരു മിഷനെ പറ്റിയായിരുന്നു ഇൻഫർമേഷൻ. അപ്പൊ തന്നെ നമ്മ അവിടെ നിന്ന് പോവാണ്. നേരെ വന്നിരിക്കുന്നത് അവന്റെ കൊളീഗിന്റെ അടുത്താ. നമ്മ ഒരു പോലീസ് ഓഫീസർ ആയിരുന്നെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നല്ലേ. അവന്റെ ബെസ്റ്റ് ഫ്രണ്ടും കൊളീഗുമായിട്ടുള്ള ഒരു പോലീസുകാരന്റെ അടുത്ത്. അവരിപ്പം ഒരു കള്ളനെ പിടിക്കാനായിട്ട് വന്നേക്കുക. അതേ ആളാണ് നമ്മിനെ കൊലപ്പെടുത്തിയതും. അവിടെ സിംഗട്ടാക്കി ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്ന ഹീറോനെ കാണിക്കുന്നത്. ഹീറോ ഇപ്പോഴും ഹാൻ പറഞ്ഞ കാര്യങ്ങളെ പറ്റി തന്നെ ചിന്തിച്ചിരിക്കുന്നത്. അങ്ങനെ ചിന്തിച്ച് ഫുഡൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഗ്യാപ്പില് പെട്ടെന്ന് ഗു അവിടേക്ക് വരുന്നുണ്ട്. ഞാനൊരു മാർഗം കണ്ടുപിടിച്ചു എന്ന് പറഞ്ഞ് ഒരുപക്ഷെ മരണപ്പെട്ട ഒരാളുമായിട്ട് വീണ്ടും ഒരു ഫോട്ടോ എടുത്താൽ ഈ ഒരു എബിലിറ്റി മാറാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞ് പുതിയൊരു ഐഡിയ കൊടുക്കുക. എന്നാലും എല്ലാരും പ്രഷ്യസ് ആയിട്ടുള്ള ഈ ഒരു മൊമെന്റ് ആരും സ്പോയിൽ ചെയ്യാനായിട്ട് ആഗ്രഹിക്കില്ല. അങ്ങനെ ഒരു ഗോസ്റ്റിനെ കണ്ടുപിടിക്കാനായിട്ടുള്ള തയ്യാറെടുപ്പിലാണ് ഇപ്പൊ അവർ രണ്ടുപേരും. അന്ന് നൈറ്റ് ഹാൻ പതിയെ നടന്നു വരിക.
വരുന്ന വഴിയെല്ലാം നല്ല രീതിയിൽ പേടിച്ച വരുന്നത്. കാരണം അപ്പുറത്തെ സൈഡും ഇപ്പുറത്തെ സൈഡും എല്ലാം ഗോസ്റ്റുകളാണ്. കുറെ ആയി കഴിഞ്ഞപ്പോഴത്തേനും അവൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല. എല്ലാരും കണ്ടിട്ട് ഓടാൻ തുടങ്ങി. അവളെയും ഫോളോ ചെയ്തിട്ട് ഓരോ പ്രേതങ്ങൾ വരിക. ഒരിടത്ത് പോയി ഹാൻ ഉടിച്ചിരുന്ന അവരുടെ ദേഹം മുഴുവനും തീ കൊണ്ടുള്ള ഒരു പ്രേതം വന്നിരിക്കുക. അവളുടെ മുടി പിടിച്ചു. മുടിയെല്ലാം കത്തുന്നുണ്ട്. സേഫ് സോൺ ഒട്ടും വർക്ക് ആവുന്നില്ല. ഹാൻ അവളുടെ കയ്യിലിരിക്കുന്ന സാധനങ്ങളെല്ലാം ഉപയോഗിച്ച് നോക്കി. പക്ഷെ ഒന്നും വർക്ക് ആവുന്നില്ല. ഹീറോയുടെ ഫോണിലേക്ക് വിളിച്ചിട്ട് കോളും എടുക്കുന്നില്ല. അവളെ അറ്റാക്ക് ചെയ്യാൻ പോകുന്ന അതേ ടൈമില് ഹീറോ അവിടേക്ക് വന്നു. പിന്നെ ഹീറോയും ആ പ്രേതവും തമ്മിൽ നല്ല ഫൈറ്റ് ആയി. എന്നിട്ട് എങ്ങനെയൊക്കെയോ ഹീറോ ആ പ്രേതത്തെ നശിപ്പിച്ചു. ആ ഒരു സിറ്റുവേഷനിലും പ്രേതമായിട്ട് തല്ലുണ്ടാക്കാൻ അറിയാവുന്ന ഹാൻ ചോദിക്കുന്നത് 10-25 വർഷമായിട്ടുള്ള എക്സ്പീരിയൻസ് അല്ലേ? ഫൈറ്റിംഗ് മാത്രമല്ല മറ്റു പലതും പ്രേതങ്ങളുമായിട്ട് പഠിച്ചു കാണും. ഹാൻ, നിനക്ക് ഗോസ്റ്റുകളെ കാണാൻ പറ്റുമെന്ന് ഗോസ്റ്റുകളെ ഒരിക്കലും അറിയിക്കരുത്. ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളത് അവരെ ഇഗ്നോർ ചെയ്യുക എന്നുള്ളതാന്നൊക്കെ പറഞ്ഞ് നേരെ സ്റ്റുഡിയോയിലേക്ക് കൊണ്ടുവന്നിരിക്കുക. അവിടെയുള്ള ഓരോ ഫോട്ടോസും ഹാൻ വളരെ എക്സൈറ്റ്മെന്റോടെ നോക്കി നോക്കി ഓരോന്ന് ചോദിക്കുന്നത്. ഹീറോയുടെ പരമ്പരയിൽപ്പെട്ടവരുടെ എല്ലാം ഫോട്ടോസ് ഉണ്ട്. ഇതെല്ലാം ഈ സ്റ്റുഡിയോയുടെ ഓണേഴ്സ് ആണെന്നൊക്കെ പറഞ്ഞ് എല്ലാരെയും പരിചയപ്പെടുത്തുന്നുണ്ട്. കുറച്ചു നേരം കഴിഞ്ഞപ്പോ ഗുവും നമ്മും കൂടെ ഒരു ഗോസ്റ്റിനെ വിളിച്ചുകൊണ്ടാണ് വരുന്നത്. ഇന്ന് മോർണിംഗ് തന്നെ ഈ ഗോസ്റ്റിനെ പിടിക്കാനായിട്ടായിരുന്നു ഹീറോ പോയത്. ഇതെന്ന ലിപ്സ്റ്റിക്കിന്റെ പ്രേതമാണ്. ഹീറോ റിസ്ക് എടുത്ത് കാര്യം പറഞ്ഞ് മനസ്സിലാക്കി ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നിരിക്കുക. ഹാനിന് അയാളെ കാണുന്ന അനുസരിച്ച് പേടിയാവുന്നുണ്ട്. മാറി മാറി ഇരിക്കുക. അങ്ങനെ അവരുടെ ഫോട്ടോ എടുക്കാനായിട്ട് സെറ്റായി. ഫോട്ടോ എടുക്കുന്നതിനിടയിലെല്ലാം ഹാൻ ഹീറോനെ പറ്റി ഓരോന്ന് ചോദിച്ചോണ്ടേ ഇരിക്കുക. ഈ ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ എനിക്ക് ഗോസ്റ്റുകളെ പിന്നെ കാണാൻ പറ്റാതാകുമല്ലോ അല്ലെ? ഇനി എത്ര ദിവസം കൂടെ ഈ സ്റ്റുഡിയോ ഇവിടെ കാണും? നിങ്ങൾ അത് കഴിഞ്ഞാൽ എവിടെ പോവാ? ഏതെങ്കിലും ദൂരയാത്രയ്ക്ക് പോവാണോ എന്നൊക്കെ കുറെ ക്വസ്റ്റ്യൻസ്. കാരണം ഹീറോ ഇത്ര ദിവസത്തേക്ക് മാത്രമല്ലേ ഈ സ്റ്റുഡിയോ മേടിച്ചിരിക്കുന്നത്. ഹീറോ മരണപ്പെട്ട് കഴിഞ്ഞാൽ ഈ ഒരു ഗോസ്റ്റ് സ്റ്റുഡിയോയും അപ്രത്യക്ഷമായി പോകും. ഹീറോയും ചിരിച്ചുകൊണ്ട് അതിനെല്ലാം മറുപടി പറയുന്നുണ്ട്. 2 ഫോട്ടോസും എടുത്തു. ഗോസ്റ്റ് നെതർ വേൾഡിലേക്ക് പോയി. ഹാൻ പുറത്തു വന്നിട്ടും ഹീറോനോട് ചോദിക്കുന്നുണ്ട്, ഉറപ്പായിട്ട് നാളെ മുതൽ എനിക്ക് അവരെ ആരും കാണാൻ പറ്റത്തില്ലല്ലോ അല്ലേന്ന്. ഹീറോയ്ക്കും ഉറപ്പൊന്നുമില്ല, ഇതെല്ലാം ഒരു ട്രൈ അല്ലേ എന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കുക. ഹാൻ വീണ്ടും വീണ്ടും അവൾ ഓരോ സംശയങ്ങൾ ചോദിക്കാൻ തുടങ്ങി. ഇന്നലെ എന്തുകൊണ്ടാണ് സേഫ് സോൺ വർക്ക് ആവാത്തത്? കണ്ടില്ലേ, എന്റെ മുടി വരെ കരിഞ്ഞു പോയി. ആദ്യം ഞാനത് ശരിക്കും എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ ഇന്നലെ എനിക്ക് നല്ല രീതിയിൽ പേടിയായി എന്നെല്ലാം നിർത്താതെ സംസാരിച്ചോണ്ടിരിക്കുക. ഇതെല്ലാം കേട്ടിട്ട് ഹീറോയും ഉടനെ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തയാണ് നീ. കാരണം ആർക്കും തന്നെ എന്റെ പെർമിഷൻ ഇല്ലാതെ ഈ ഒരു ഗേറ്റ് തുറന്ന് സ്റ്റുഡിയോയിലേക്ക് കയറാൻ പറ്റില്ല. പക്ഷെ നീ കയറി. ഇപ്പത്തെ ഗോസ്റ്റുകളെയൊക്കെ കാണാൻ പറ്റുന്നു. ഒരു സേഫ് സോൺ വലയം എങ്ങനെയൊക്കെയോ എപ്പോഴൊക്കെ ഫോം ആകുന്നു. പക്ഷെ ഇതെല്ലാം വന്നു തുടങ്ങിയത് ഞാൻ നിന്റെ ലൈഫിലേക്ക് വന്നതിൽ പിന്നെയാ. അതുകൊണ്ട് നീ എന്റെ അടുത്ത് നിന്ന് കുറച്ച് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഞാൻ മാക്സിമം പെട്ടെന്ന് തന്നെ ഇവിടുന്ന് പോവാൻ നോക്കാന്ന് പറഞ്ഞ് ഹീറോ അവിടുന്ന് പോവാ. എന്നാൽ ഹീറോ പോവാണെന്ന് പറഞ്ഞ ഉടനെ ഹാൻ ശരിക്കും അപ്സെറ്റ് ആവാനായിട്ട് തുടങ്ങി. അന്ന് രാത്രി മുഴുവനും ഹാൻ അതിനെപ്പറ്റി തന്നെയാ ചിന്തിച്ചോണ്ടിരുന്നത്. ഹാൻ മാത്രമല്ല ഇവിടെ ഹീറോയും ഹാനിനെ പറ്റി ഓർത്തുകൊണ്ടിരിക്കുന്നത്. രണ്ടുപേർക്കിടയിലും സംതിങ് ഫീലിംഗ്സ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അന്ന് നൈറ്റ് ഹീറോയ്ക്ക് പെട്ടെന്ന് വയ്യാതായി. ഇത്തവണ ഹീറോയുടെ എനർജി മുഴുവനും എടുത്താണ് നെതർ വേൾഡിന്റെ ആ ഒരു ഡോർ തുറന്ന് ഹാനിന്റെ ഒപ്പം ഫോട്ടോ എടുത്ത ഗോസ്റ്റിനെ പറഞ്ഞയച്ചത്. അതുകൊണ്ടാണ് ഹീറോയ്ക്ക് വയ്യാതായത്. അവിടെ സീൻ കട്ടാക്കി ഒരു ഗോഡൌൺ ആണ് കാണിക്കുന്നത്. അവിടെ കുറെ വർക്കേഴ്സ് സംസാരിച്ചോണ്ടൊക്കെ ഇരിക്കുന്നുണ്ട്. ആ കൂട്ടത്തിലെ ഈ കൊച്ചു പയ്യനുണ്ടല്ലോ, പാർട്ട് ടൈം ജോബ് ആയിട്ടാണ് ഇത് ചെയ്യുന്നത്. പാർട്ട് ടൈം എന്ന് പറഞ്ഞാലും ഫുൾ ടൈം വർക്കും ചെയ്യും, അതിനൊപ്പം പഠിക്കുന്നുമുണ്ട്. സംസാരമൊക്കെ കഴിഞ്ഞ് വണ്ടിയിലേക്ക് വരുമ്പോ അവിടെ ഒരു കവർ ഇരിപ്പുണ്ട്. അതിനകത്ത് കുറെ ഫുഡും. കൂടെയുള്ള ഒരു വർക്കർ ഇവനെ അനിയനെ പോലെയാണ് കാണുന്നത്. അയാൾ ഇവന് വേണ്ടി കൊടുത്തതാണ്. അതെല്ലാം എടുത്തു വെച്ച് വണ്ടി സ്റ്റാർട്ട് ആക്കുമ്പോ ഒരു ഈവിൾ സ്പിരിറ്റ് അവന്റെ വണ്ടിയിൽ കയറുന്നുണ്ട്. കുറച്ചു ദൂരം ട്രാവൽ ചെയ്ത് വന്നപ്പോ നല്ല രീതിയിൽ ഉറക്കം വരാൻ തുടങ്ങി. അതെല്ലാം ആ ഒരു സ്പിരിറ്റ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നോണ്ടാണ്. ശരിക്കും മയങ്ങി മയങ്ങി വീഴുക. ഓൾമോസ്റ്റ് ആ പയ്യൻ ഉറങ്ങിപ്പോയിരുന്നു. ഇപ്പൊ വണ്ടി കൺട്രോൾ ചെയ്യുന്നത് ആ ഈവിൾ സ്പിരിറ്റാ. ആ സ്പിരിറ്റ് ആളുകളെല്ലാം കൂടി നിൽക്കുന്ന ഒരിടത്തേക്ക് ഇടിപ്പിക്കാനായിട്ട് നോക്കുന്നുണ്ട്. എന്നാൽ പെട്ടെന്ന് ബോധം വന്ന ആ പയ്യൻ അത് തടയാനായിട്ട് വണ്ടി വെട്ടിക്കുകയാണ്. പക്ഷെ ആക്സിഡന്റ് ആയി. എന്നാൽ അതൊരു വലിയ ആക്സിഡന്റ് ആയിട്ട് ഫോം ആയി. ഒരുപാട് കാറുകളും വണ്ടികളും ഒക്കെ ബ്രേക്ക് ഇല്ലാതെ പരസ്പരം കൂട്ടിയിടിച്ച് വലിയൊരു ആക്സിഡന്റ് തന്നെ ഉണ്ടായി. ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാരും ഷോക്കായി നിൽക്കുക. ആരും തന്നെ ജീവനോടില്ലിപ്പോ. പതിയെ ആ കാറുകൾക്കിടയിലേക്ക് ഹാൻ പോയി നോക്കി. അവിടെ ഉള്ളവരെല്ലാം ഓൾറെഡി ഗോസ്റ്റ് ആയി കഴിഞ്ഞിരുന്നു. അവർക്ക് മനസ്സിലായി ഹാനിനെ കാണാൻ പറ്റുന്നുണ്ട് എന്ന്. ഞങ്ങളെ എങ്ങനെയും സേവ് ചെയ്യുന്നു പറഞ്ഞ് അവളുടെ പുറകെ വരാൻ തുടങ്ങി. ഹാൻ ശരിക്കും പേടിച്ചു തുടങ്ങിയിരുന്നു. പെട്ടെന്ന് അവിടേക്ക് ഹീറോ വന്ന് അവളുടെ കണ്ണ് പൊത്തി പിടിക്കുക. നീ ഒരിക്കലും കണ്ണ് തുറക്കരുത് ഹാൻ എന്ന് പറഞ്ഞു. ഹീറോ വന്നപ്പോഴാണ് ഹാനിന് ഒരു ആശ്വാസമായത്. അതോടെ ഈ എപ്പിസോഡ് കഴിഞ്ഞു. അടുത്ത എപ്പിസോഡ് മറക്കാതെ കാണാനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, ബൈ. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.